ഫാമിലി ഒക്കെ എവിടെ? വിഷേട്ടനായിട്ട് പ്രണയത്തിലായിരുന്നു. കവിത എഴുതും, പാട്ട് പാടും. പൊടിക്ക് കുറെ ഇല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പിന്നെ അങ്ങോട്ട് പോയിരിക്കും. എനിക്ക് കുട്ടിയോട് ദേഷ്യമുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. ഒഴി പറഞ്ഞില്ലേ? അവര് തമ്മിൽ ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ എന്താ നമ്മുടെ അട്രാക്ട് ചെയ്തത്? നിഷ്കളങ്കത. അച്ഛമ്മ മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ അല്ല അത് എന്തിനാ ചോദിച്ചാൽ അച്ഛന്റെ കോളേജിൽ എല്ലാരും കാണാൻ വേണ്ടിട്ട് കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛനും അങ്ങനെ തോന്നില്ല. പക്ഷെ മൊത്തത്തില് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഫാമിലി എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്കൊരു ഫാമിലി കിട്ടി. ഇപ്പം പലർക്കും ഒരു ഇതുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്കൊരു അടുത്തൊരു കംബാക്കിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ എപ്പോഴും എന്തുണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന് എൻ്റെ ഫാമിലി ആണെങ്കിലും പൊടിയുടെ ഫാമിലി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ തമ്മിൽ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് 34 വയസ്സായി. 15 14 അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഒഫീഷ്യലി അറിയിക്കുന്നതാണ്. ആരാണ് നന്നായി പഠിക്കുന്നത്? ആരാണ് കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്? അപ്പൊ ഞങ്ങള് ഗംഭീരമായ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഞങ്ങള് ഫാമിലി സെറ്റപ്പിൽ വന്നിരിക്കുകയാണ്. ഫാമിലി ഒക്കെ എവിടെ? ഇതാരാ നിങ്ങളുടെ ഫാമിലിയിലെ? ഇത് ഏത് കൊച്ചാ? എന്താ കൊച്ചിന്റെ പേര്? പേര് പറ. ഹായ് പറഞ്ഞേ. ഹായ് പറ. പേര് പറ. പറയടി. എവിടെ വെയിറ്റ് ഉണ്ടാ നോക്കട്ടെ. വന്നേ നോക്കട്ടെ. വെയിറ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് വെയിറ്റ് ഉണ്ട്. ദേ ഒരു ഹായ് പറ. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആള്. പേര് നിച്ചു എന്ന് ഞങ്ങൾ വിളിക്കും. ശരിക്കും പേര് നിത്താര. നിത്താര പൊടിയുടെ ചേച്ചിയുടെ കൊച്ച. പേര് പറ. പേരെന്താന്ന് പറ. പേര് പറ. ഉറക്കി പറ. ഹായ് പറഞ്ഞേ. ഹായ്. മൂത്ത കാർന്നവര് ഇങ്ങനെ മിണ്ടായിരിക്കല്ലേ? ഞങ്ങൾ ഇച്ചിരി ബിശ. ഞങ്ങൾ താഴെ ഇറക്കാം. അപ്പൊ ഇവിടെ എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിളിക്കാം, ഓരോരുത്തരായിട്ട് വിളിക്കാം. ഇവിടെ വേറൊരാള് കുറച്ച് സൈലന്റ് ആയിട്ടിരിപ്പുണ്ട്. അവിടെ കേറ്റാൻ. എന്റെ പൊന്നെ, ഇവിടെ അടങ്ങിയിരിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തരെ വിളിച്ചാലോ? ഓക്കെ, വിളിച്ചോ. ആദ്യം ഇത് നമുക്ക് ഇറക്കാം, എന്നിട്ട് ഞാൻ ഓരോരുത്തരെ വിളിക്കാം. കുറച്ച് കഴിയുമ്പോ വന്നാൽ മതി. ഇതാണ് ഇത് ലൂക്ക. ഇത് പൊടിയുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാ. ലൂക്ക ദേ അവിടെ നോക്കിയേ. ലൂക്ക് ഇങ്ങനെയായിരുന്നില്ല കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. വന്നപ്പോ തൊട്ട് പറയാ അതിനൊന്ന് ഗ്രൂം ചെയ്യിച്ചു. അതിനാണ് ഇവിടെ ഹെയർ കെട്ടിയിട്ട് ഇവിടെ ഭയങ്കര വലിയൊരു ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു ഹെയർ ആയിരുന്നു. ഇതിന്റെ പിന്നെ കാണും പൊടി എന്നും സ്റ്റോറി ഇടും. ഇതിനെ കമത്തി കിടത്തണതും തിരിച്ചു കിടത്തണതും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഹെയർ ഫുൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിപ്പോയത്. അതിന്റെ ഡിപ്രഷനിലാണ് ലൂക്ക. അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി അച്ഛനെ അമ്മയെ വിളിക്കാം. അപ്പൊ അങ്കിൾ ആന്റി വരും. ഹലോ ഹലോ ഹലോ. പരിചയപ്പെടുത്ത അച്ഛനാ. ഇത് അമ്മ, ഇത് അച്ഛൻ. അപ്പൊ ഞങ്ങൾക്ക് അറിയാം പേരൊക്കെ. സജീഷ് കുമാർ, പ്രിയ സജീഷ്. യെസ്. അപ്പൊ ഇതാണ് പുള്ളിയുടെ. അറിയാം, കുറെ പേർക്ക് അറിയാം. അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ. ബട്ട് എന്നാലും ഞങ്ങൾ ഒരു ചടങ്ങ് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇതൊക്കെ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ സൂപ്പർ ആയിട്ടില്ലേ? അപ്പൊ ഇനി അടുത്ത ഫാമിലി വിളിക്കാം. അതെ, ഇവിടെ മൊത്തത്തിലൊരു ഫാമിലി സെറ്റപ്പ്. ഇതാണ് ആദ്യത്തെ ഫാമിലി. ഇതിന്നാണ് വേറെ 2 ഫാമിലി ഉണ്ടായത്. അപ്പൊ ഞങ്ങള് അതിന് ആദ്യത്തെ ഫാമിലിനെ വിളിക്കാം. പൊടിയുടെ ചേച്ചി, ചേട്ടനും കൊച്ചും. ഇതേത് കൊച്ചായി? കൊച്ചൊന്ന് ഇങ്ങനെയെന്ന്. അവിടെ അവിടുന്നോ? കുഴപ്പമില്ല.
അപ്പൊ ഇത് ആതിര ചേച്ചി, പൊടിയുടെ ചേച്ചി. ഇതിന് ആതിര പൊടിയുന്നുണ്ടോ? അത് ആതിര ചക്കുവാണ്. ആതിര ചക്കു. അപ്പൊ അല്ല, ചക്കു എന്നാണ് വീട്ടിൽ വിളിക്കണേ. പൊടീനെ പൊടിയെന്നും ചേച്ചിനെ ചക്കു എന്നാണ് വിളിക്കണേ. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് നിതീഷ് ചേട്ടൻ. ചേട്ടാ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. ഹായ്. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ട്. അതിന് ഇങ്ങോട്ട് തന്നെ എനിക്ക് അടുത്ത് നിൽക്കണം. അതായത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫാമിലി സെറ്റപ്പ് ചെയ്യുന്ന 2 ഫാമിലി ഇപ്പൊ വരാൻ പോവാ. അതിൽ ഒരു ഫാമിലിയാണ് ഇത്. ഇതിപ്പോ കുറച്ചാളെപ്പോഴേക്കും ഭയങ്കര ശരിക്കും ഫാമിലി ആകും. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം റോബിൻ ചേട്ടൻ. ഒരു 3 മണിക്കൂറായിട്ട് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങളോ? അല്ലല്ലോ, അതെന്താ പൊടിയിലെന്താ പറയാത്തെ? പൊടി പാവം, പൊടി. അപ്പൊ ഞാൻ പാവമ്പയാ. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സെറ്റപ്പ് ആയിരിക്കാണ് ഇവിടെ. ഇനി ഇവരുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ മൊത്തത്തിൽ എങ്ങടാവും അല്ലേ റോബിൻ ചേട്ടാ? ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം ഉടനെ ഉണ്ടാവും. ഉടനെ ഉണ്ടാവും. ഡേറ്റ് പറയാൻ പറ്റുമോ? നമുക്ക് ഹാപ്പി പ്രൈംസിലൂടെ പറയാം. അതും കൂടെ വെച്ച് കാശാക്കാൻ പറ്റില്ല, അത് ഇതിൽ നടക്കില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. ഓക്കെ അങ്കിൾ, ആന്റി, ചേച്ചിയുടെ ചേട്ടന്റെ ലവ് മാരേജ് ആയിരുന്നു, ഇവരുടെ ലവ് മാരേജ്. അല്ല, ഞങ്ങളുടെ ലൗക്കം പറയണ്ട. ലവ് ആവുന്നതിന് മുന്നേ വീട്ടിൽ ചോദിച്ചിട്ടാണ്. മാരേജ് അല്ലാതെ അറിയില്ലേ? നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് പിന്നെ ലവ്. ആ ശരിയാണ്. അല്ല, പുള്ളിക്കാരിയുടെ ഇഷ്ടം പറയുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ അധികം പറഞ്ഞില്ലേ, പ്രൊപ്പോസലായിട്ടാണ് നമ്മൾ. ഈശ്വര, എന്ത് പൊടീസിന് തകരും തോന്നുന്നു. അച്ഛൻ വിളിച്ചിരിക്കുക, അച്ഛൻ വിളിച്ചിരിക്കുക. ലോക്ക് വിളിച്ചിരിക്കുന്നു. ഒരു കുട്ടി ആയപ്പോഴേ ഇങ്ങനെ ഇവിടെ 5 എണ്ണം വേണമെന്നാണ് പറയുന്നത്. എല്ലാ അച്ഛനും അമ്മയും നോക്കിക്കോളണം. എന്താ ചെയ്യാ? 4 സോറി 4 അല്ല 5 ഉണ്ട്. ഇത് ആദ്യത്തെ കുട്ടി, ബാക്കിയുള്ള 4. അങ്ങനെയല്ലേ? നിക്ക്, അങ്കിളിന് ആന്റിക്ക് എന്താ പറയാനുള്ള? ഈ 4 എണ്ണത്തിനെ നോക്കാൻ തയ്യാറാണ്. അവര് നോക്കില്ല എന്നാ പറയുന്നത്. നമ്മൾ ഇന്ന് നിൽക്കണോ ഇരിക്കുന്നുണ്ടോ? അല്ലല്ല, നമ്മൾ സംസാരിക്കാം. അതെ, ഇതിനൊക്കെ ശരി. അപ്പൊ ഇവരുടെ ലവ് മാരേജ്, ഇത് അറേഞ്ച് പ്ലസ് ലവ് മാരേജ് ആണ്. ആന്റിയുടെ അങ്കിളിന്റെ ലവ് മാരേജ് ആണോ? അല്ല, പ്യുവർ അറേഞ്ച്ഡ് മാരേജ്. ആ കഥ പറയൂ ആന്റി. ആദ്യത്തെ പെണ്ണ് കാണല്ലേ സെറ്റ് ആയോ അതോ? പറയൂ പറയൂ. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എനിക്ക് പ്രൊപ്പോസൽ വന്നത്. ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് അച്ഛനിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പറയും. വിദ്യാഭ്യാസം വേണമെന്നുണ്ടായിരുന്നു. ഈ 2 ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. സാധിച്ചു തന്നു. അങ്കിളിന്റെ ആദ്യത്തെ പെണ്ണ് കാണലായിരുന്നോ? അല്ല, 4ാമത്തെ തോന്നുന്നു. അച്ഛനാ ചിരിയിലുണ്ട്. 4ാമതായപ്പോഴാണല്ലോ ഇഷ്ടമായത് അങ്ങോട്ട്. പറഞ്ഞു തുറന്നു പറഞ്ഞു. അതെ, അതാണ് ഇഷ്ടമായത്. തുറക്കൂ, മനസ്സ് തുറക്കൂ. എന്താ നമ്മുടെ അട്രാക്ട് ചെയ്തത്? അമ്മയുടെ നിഷ്കളങ്കത. എവിടെയാ നിഷ്കളങ്കതൊന്നും അതെന്താ 2 നല്ല പിള്ളേരുണ്ടായതിനു ശേഷം ആ നിഷ്കളങ്കത പോയതാണോ? ഞാൻ പറയട്ടെ, ഇവര് ഈ പ്രായത്തിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അമ്മയാണെങ്കിൽ അച്ഛന്റെ ഫോട്ടോസ് അറിയാതെ എടുക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം അറിയാതെ ഇങ്ങനെ ഇരുന്ന് എടുക്കും. എന്നിട്ട് അതിരുന്ന് ഇങ്ങനെ ആസ്വദിക്കും. എന്നിട്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടും, മൈ സ്വീറ്റി, മൈ ഹാർട്ട്. പിന്നെ ഇപ്പൊ വേറെ ഒന്നും ഇട്ടായിരുന്നല്ലോ, എന്തായിരുന്നത്? എന്തൊരു തമിഴ് കിട്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? അത് ഇവിടെ കിട്ടി എന്തോ. അമ്മ അമ്മയുടെ ഫോണിൽ ഇടണതല്ലാതെ അച്ഛനറിയാതെ അച്ഛന്റെ ഫോൺ എടുത്തിട്ട് അമ്മയുടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ സ്റ്റോറി. അത് എന്തിനാ ചോദിച്ചാൽ അച്ഛന്റെ കോളേജിൽ എല്ലാരും കാണാൻ വേണ്ടിട്ടല്ലേ? കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛനില്ല, അച്ഛനും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതെ, കുറച്ച് ഗേൾസിന് അച്ഛനോട് ഒരു ഇതുണ്ട്. എന്തിന്റെ എന്റെ അച്ഛൻ ഭയങ്കര ഒരു ജെന്റിൽമാൻ ആണ്. അത് വേറെ കാര്യം. അച്ഛനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഇങ്ങനെ ചിലവ് ആരും അറിയാതെ അച്ഛന്റെ ഫോൺ എടുത്ത് അമ്മയുടെ അമ്മ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇവരുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ വലിയൊരു സ്റ്റോറിയാണ്. ഫസ്റ്റ് നൈറ്റ് പറഞ്ഞു കൊടുത്താ. അതായത് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അതായത്
അച്ഛൻ എങ്ങനെയാന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അമ്മ ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര എന്താ പറയാ ചെറിയൊരു റൊമാൻറ്റിക് അല്ല, കുറച്ച് പൈങ്കിളി ആ ഒരു ടൈപ്പാണ്. അപ്പൊ റൊമാൻറ്റിക് ഞാൻ പറയാം. അപ്പൊ അച്ഛൻ കോളേജിൽ പഠിക്കുമ്പോ മറ്റേ കോളേജിലെ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ അതുപോലെ ചെയർമാനൊക്കെ ആയിരുന്നു. ഭയങ്കര സ്പോർട്സ് ആർട്സിലൊക്കെ ഭയങ്കര ബുള്ളറ്റ് ഒക്കെ ഓടിച്ച് അന്നത്തെ കാലത്ത് ചെത്തി നടന്നിരുന്ന ആളാ. അപ്പൊ അച്ഛന്റെ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അച്ഛന്റെ ആഗ്രഹം അച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെങ്കൊച്ച് ഒരു ശാലീന സുന്ദരി ആയിരിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ ശരിക്കും അമ്മ പെണ്ണ് കാണാൻ വന്നപ്പോ അച്ഛൻ കണ്ടില്ല എന്നാണ് പറയണത്. പുറകുന്നാണ് കണ്ടത്. അപ്പൊ മുടി കണ്ടു. മുടി ഇത്രയും മുടി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കുമ്പോ അന്നത്തെ കാലത്ത് കേരളോർമ്മ ഡിഗ്രിയാണ് അമ്മ. അപ്പോ അച്ഛന് പഠിപ്പ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധം. ശാലന സുന്ദരി, സുന്ദരിക്ക് നല്ല മുടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് നൈറ്റിന് ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോ ഇത് അമ്മ പറഞ്ഞത് എനിക്ക് അറിയില്ല. അല്ല അച്ഛൻ പറഞ്ഞ കഥ അമ്മയില്ല. ആ സമയത്ത് അച്ഛൻ മറ്റേ ഷേക്സ്പിയറിന്റെ ബുക്സ് ഒക്കെ വായിച്ച് നടക്കുന്ന സമയം. അപ്പൊ അച്ഛൻ അമ്മോട് ചോദിച്ചു താങ്കളുടെ ജീവിത സങ്കല്പം എന്തൊക്കെയാണ്, താങ്കൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ പറയുന്നില്ല. ശരിക്കും താങ്കളുടെ ജീവിത സങ്കല്പം എനിക്ക്. അപ്പൊ അമ്മയാണെങ്കിൽ മറ്റേ മംഗളം ഞാന ആളാണ്. അപ്പൊ അമ്മ പറഞ്ഞു എന്തൊക്കെയാണ് ഹോബീസ് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഞാൻ എല്ലാ ആഴ്ചയിലും മംഗളം വായിക്കും, ഞാനും വായിക്കും, ഞാനില് റഹ്മാനായിരുന്നു എന്റെ ഫേവറേറ്റ് ഉള്ള ആള്. ഒറ്റ ശ്വാസത്തിൽ അമ്മ എല്ലാ കഥയും പറഞ്ഞു. ഒരു ഞാനേൽ ഇന്നത്തെ എപ്പിസോഡ് നാളെ തുടരും എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എന്നിട്ട് മംഗളത്തിലേക്ക് ലെറ്റർ എഴുതി റഹ്മാന്റെ രോഹിണിയുടെയും ഫോട്ടോസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ആ ഫോട്ടോസ് വന്നതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ എന്ത് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛൻ കിളി പോയിട്ട് കേരളവർമ്മ ഡിഗ്രി. അതെ, അന്ന് അച്ഛനെ മനസ്സിലായിന്ന് ഞാൻ ഉദ്ദേശിച്ച. പക്ഷെ ആന്റി എന്നിട്ട് തിരിച്ച് എന്തായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റെസ്പോൺസ് എന്തായിരുന്നു? അപ്പൊ തന്നെ ഇല്ല, അപ്പോഴൊന്നും ഒന്നും പറഞ്ഞില്ല. പിന്നീട് മനസ്സിലായി. ശേഷം അങ്ങനെ പറഞ്ഞു. അല്ല ആന്റി ഇങ്ങനെ ആന്റിയുടെ ഫോട്ടോ തന്നെ ഇടുമ്പോ താഴെ എന്താ എഴുതുക? അതാണ് നേരത്തെ എന്തോന്ന് തോന്നണം. അപ്പൊ അത് എങ്ങനെ എഴുതാന്നറിയോ? ചേച്ചി ഡയറി എഴുതാറുണ്ട്. ഇപ്പൊ അത് കണ്ട് ഞാൻ ഡയറി എഴുതും. അപ്പൊ ചേച്ചി റോബി ചേട്ടൻ നിതീഷ് ചേട്ടനായിട്ട് പ്രണയത്തിലായിരുന്നു. കവിത എഴുതും, പാട്ട് പാടും. പൊടിക്ക് കുറെ ഇല്ല ഈ മറ്റേ തേങ്ങ കുലകല ആ സൈസ് കവിതകളാണ്. അതല്ല. അപ്പൊ ചേച്ചി ഡയറിയിൽ ഇങ്ങനെ എഴുതി ജീവിതമാകുന്ന മഹാസാഗരത്തിന്റെ കടലിൽ മുങ്ങിത്തപ്പ അങ്ങനത്തെ ആ ഒരു പ്രായത്തിന്റേതായ രീതിയിൽ എഴുതി. അപ്പൊ ആ ഡയറി ചേച്ചിയുടെ പെർമിഷൻ ഇല്ലാതെ അമ്മ എടുത്തിട്ട് മോളെ ഇതൊക്കെ പ്രായത്തിന്റെ ഓരോ തോന്നലുകളാണ്, ഇത് ഈ പ്രായം കഴിയുമ്പോ ശരിയായിക്കോളും. ഡയറിയുടെ ഓപ്പോസിറ്റ് ചേച്ചി രണ്ടുപേര് പറഞ്ഞ ചേച്ചി അന്നത്തെ രണ്ടുപേര് അങ്ങനെ സൗഹൃദത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണോ? ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ട് വെക്കുമോ? അപ്പൊ അതിന്റെ ഉത്തരം അമ്മ അത് ഇവിടെ ഡയറിയിൽ പോയിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരാളുടെ പേഴ്സണൽ ഡയറി അമ്മ ഇരുന്ന് വായിച്ചിട്ട് അതിന്റെ കറക്റ്റ് ഉത്തരം. ഇപ്പൊ റീസെന്റ് ഇവിടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെച്ചിരുന്നു ഒരു ബുക്കില്. ഞാൻ പറഞ്ഞു എന്താ ദൈവത്തിനെ വിശ്വസിക്കുന്നു അങ്ങനെ എന്തൊരു സാധനം എഴുതി. അപ്പൊ നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും, നിന്റെ അമ്മയാണ് പ്രിയ അമ്മ ബ്രാക്കറ്റില് ചെറുതായിട്ട് എഴുതിയ കാണുമെന്ന് വിചാരിച്ചിട്ട് വലുതായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു പണ്ടോട്ടുള്ള ഹോബിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളൊക്കെ രണ്ട് നല്ല മരുമക്കളെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ മരുമകനെ പറ്റി പറഞ്ഞു തുടങ്ങാം. യെസ്, മരുമകൻ മിണ്ടാതെ കൈയും കെട്ടി സൈഡിൽ നിൽക്കുക. രണ്ട് നല്ല രണ്ട് പെൺകുട്ടികളായിരുന്നല്ലോ, ഇപ്പൊ രണ്ട് ആൺകുട്ടികളെയും കൂടെ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഫാമിലിയിലേക്ക്. ഞാനൊന്ന് കേക്കട്ടെ. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന അവര് കെയർ ചെയ്യുന്ന ഒരു പയ്യനെ കിട്ടണം എന്നല്ല. അതെ, അതുപോലെ തന്നെ അതെ, അവളുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്ത് നടത്തി കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ്. സോ ഞങ്ങൾ ഹാപ്പി അല്ലേ? ഇനി ഞങ്ങള് ആദ്യം ഇവിടെ കേട്ടാ, ഇവിടത്തെ കഴിഞ്ഞിട്ട് മതി കേട്ടാന്ന്.
ഇനി ചേട്ടൻ മരുമകൻ പറയൂ ഈ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷം. ചേട്ടാ ഒരു വാക്കിൽ തീർക്കരുത്. പൊടിനെ കുറിച്ച് പറ. കുട്ടീനെ കുറിച്ചിട്ട് കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. കുട്ടി നന്നായി പണിയെടുക്കും, നന്നായി ടെൻഷൻ അടിക്കും, നന്നായി പണി കൊടുക്കും, ഞങ്ങൾക്ക് പണി തരും, പണി കിട്ടും. അത് ഞങ്ങൾ ഹയർ ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ ഞാൻ റോബിൻ ചേട്ടനെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ റോബിൻ ചേട്ടനാണെങ്കിൽ ഇവരെ കണ്ട ബ്രോ 10 മിനിറ്റ് മതി കൊണ്ട് കൊണ്ടുപോയിട്ട് വേറൊരു 5 മണിക്കൂർ. 5 മണിക്കൂറൊന്നുമില്ല, 7:30 കയറിയിട്ട് രാത്രി 3 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ എത്തിയത്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ, ചെറിയ ചെറിയ പണി, വളരെ ചെറിയ പണികൾ. ഇന്നും അങ്ങനെയല്ലേ? പറയുന്ന ഒരു കാര്യം, ഞങ്ങള് പരസ്പരം ഭയങ്കര കണക്റ്റഡാ. അച്ഛനമ്മയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും നമ്മൾ ഫുൾ ഫാമിലി ആണെങ്കിലും എന്തെങ്കിലും ഭയങ്കര ആൾക്കാരല്ലേ പറയും. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇമോഷൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാ. അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ വിചാരിച്ചു. ചുരുക്കി പറഞ്ഞ ഈ ഫാമിലിയുടെ കണ്ണിലുണ്ണി എന്ന് പറയണത് ചേച്ചിയാണ്. ആണല്ലേ? കണ്ണിലുണ്ണിയാണോ? ആ ലോക്കൽ ഒരു കുശുമ്പുണ്ടായിരുന്നു. ആണല്ലേ? ആ കുശും സ്നേഹം പൊടിയോടും മെയിൻ. ചേട്ടാ ഭാര്യയെ കുറിച്ച് രണ്ടുപേർക്ക് പറഞ്ഞില്ലെങ്കിൽ നെടി കിട്ടുന്നുണ്ട് ചിലവ്. ചേച്ചി കോളേജിൽ പഠിപ്പിക്കാണ് കേട്ടാ, SH നമ്മുടെ സീക്രട്ട് ഹാർട്ട് കോളേജ് തേവരയില് പഠിപ്പിക്കാണ് ചേച്ചി. ചേട്ടനും ടീച്ചറാണ്, രണ്ടുപേരും ടീച്ചറാണ്. സോറി, അടിപൊളി ക്രിക്കറ്റ് പ്ലെയർ ആണ്. അത് ഇവരുടെ ആണെന്നുള്ളതിന്റെ ഒരു സിഗ്നൽ എന്നതാ. അതെ. ഓക്കെ, ഇനി റോബിൻ ചേട്ടൻ പറ, മൊത്തത്തിൽ ഈ ഫാമിലിയിലേക്ക് വന്നത്. മൊത്തത്തില് ബിക്കോസ് റോബിൻ ചേട്ടൻ ഇപ്പൊ പുതിയൊരു ഫാമിലി കിട്ടിയല്ലോ. അതെ, ഭയങ്കര ഹാപ്പിയാണ്, പീസ്ഫുൾ ആണ്. പിന്നെ എന്താ പറയാ, ലൈക്ക് എന്റെ അമ്മയുടെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്താ പറയാ, ഞാൻ കുട്ടിയിലോട്ടെ ഭയങ്കര ഫുഡിയാ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് ഫുഡ് നന്നായിട്ട് തരും. ഓക്കെ, അങ്ങനെ കുട്ടിയിലെ കഴിച്ച് വന്ന് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അമ്മയുടെ ഫുഡും വേറെ ടേസ്റ്റ് ആണെങ്കിലും പക്ഷെ നല്ല എന്താ പറയാ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പക്ഷെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി തടി ആക്ച്വലി ആദ്യം കൂടെ ഒരു അപ്ഡേറ്റ്, എന്റെ വെയിറ്റ് 130 നിന്നും 98 kg, ഒരു 10-15 കിലോ കുറച്ചു. അത് ഞങ്ങളിപ്പോ കണ്ടു. അതില് എന്താ പറയാ, ഇപ്പൊ എന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ. അപ്പൊ എന്റെ വീട്ടില് അമ്മ നന്നായി ഫുഡും തരുന്ന ആളാണ്. നന്നായി സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഫുഡ് എന്ത് ചെയ്യും, എക്സ്ട്രാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അമ്മ അത് ഇത്. അപ്പം വീട്ടിൽ ഞാനിപ്പോ നിപ്പോണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഒരു 10-40 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് എന്താ പറയാ, എനിക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ അത് അമ്മ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ഫോളോ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, മൊത്തത്തിൽ ഫുഡിന്റെ കാര്യം പറയുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. എനിക്ക് സന്തോഷം വരുമ്പോൾ ഹാപ്പി ആകുമ്പോഴത്തേക്ക് ഫുഡിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെ അച്ഛനായാലും അമ്മയാണെങ്കിലും, അമ്മയെ എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പാവം അമ്മയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ. ഞാൻ എന്റെ അമ്മയുടെ അടുത്താണ്, വീട്ടിൽ എന്റെ അമ്മയുടെ അടുത്താണ് ഞാൻ ഭയങ്കര ക്ലോസ്. അതേപോലെ ഇവിടെ വന്നപ്പോഴും അമ്മയുടെ അടുത്താണ് ക്ലോസ്. പിന്നെ എന്റെ അമ്മയുടെ അടുത്തും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതേപോലെ അമ്മയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഒരാൾ നന്നായിട്ട് കേൾക്കാൻ ഒരാൾ വേണം. മനസ്സിലായി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ. അതെ, അമ്മയ്ക്ക് അത് പറയാനും കേൾക്കാനും ഒരാൾ വേണം. അപ്പൊ അതിനുള്ള സ്പേസ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അമ്മ അത് കറക്റ്റ് ആണ്, അമ്മയ്ക്ക് എന്ത് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയും. പ്രത്യേകിച്ച് ഞാനില്ലാത്ത സമയത്ത് എന്റെ പരിദൂഷണക്ക് ഇവർ രണ്ടുപേരും കൂടി പരിദൂഷണല്ല, അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരാളിനെ ഞങ്ങൾ ആരെയും പറ്റി കുറ്റം പറയാറില്ല. നമ്മള് റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് ചിലപ്പം പരിദൂഷണം എന്ന് പറയാം. പിന്നെ അച്ഛനാണെങ്കിലും എന്താ പറയാ, ഇപ്പൊ എന്റെ അച്ഛൻ്റെ അടുത്ത്, എന്റെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫോർമല, മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അച്ഛനെ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അപ്പൊ അതേപോലെ ഞാൻ കാണുന്നത് പൊടിക്ക് വേണ്ടിയാണ് പൊടിയുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിന്നിട്ടുള്ളതും എല്ലാം. അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാരന്റ്സിനെ കിട്ടിയതില് പൊടിയാണെങ്കിലും ചക്കു ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും കൊച്ചാണെങ്കിലും ലൂക്ക ആണെങ്കിലും, എസ്പെഷ്യലി ലൂക്ക ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ലൂക്കേനെ അച്ഛൻ പൊന്നു പോലെയാണ്, മോനെ പോലെയാണ് നോക്കുന്നത്. അപ്പം എന്താ പറയാ, മൊത്തത്തില് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഫാമിലി എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്കൊരു ഫാമിലി കിട്ടി. അപ്പം എന്താ പറയാ, കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നിതീഷ് ബ്രോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബ്രദർ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു.
അപ്പൊ എനിക്കൊരു അപ്പൊ എനിക്കൊരു ഒരു ബ്രദറിനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചക്കു ആണെങ്കിൽ ചക്കുവിന് ഞാൻ ആലോചിക്കാറുണ്ട് ഇതേപോലെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫുഡിയാണ്, മനസ്സിലായില്ലേ? അപ്പം എന്റെ അനീതി ആണെങ്കിൽ എന്റെ അനീതി ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എന്റെ അനീതിക്ക് 4 pack ഉണ്ട്, അതറിയോ? 4 4 pack ഉണ്ട്. അപ്പൊ അവൾ അത്രയും കൺട്രോൾഡ് ആയിട്ട് സ്വിമ്മിങ്, ജിമ്മ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഭയങ്കര ഇന്റലക്ച്വൽ. ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇതാണ്. കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാറില്ല. ഇതൊക്കെ എന്താ ഡോക്യുമെന്ററി കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അല്ലാതെ അയക്കുന്നത്. പിന്നെ തത്വങ്ങളും അല്ലാത്ത കാര്യങ്ങളും പിന്നെ കുറച്ച് ഡിബേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചക്കൂരുടെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാൻ നമ്മൾ വഴക്കൂടും. അവസാനം ഞങ്ങൾ ഫുഡ് ഓർഡറും കഴിക്കും. പിന്നെന്താ പറയാ, എനിക്ക് ലൂക്ക എന്ന് പറയുന്നത് എനിക്ക് ആദ്യം അത്ര പെറ്റ്സിന് ഇഷ്ടമല്ല. എനിക്ക് അറിഞ്ഞൂടി കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ലൂക്കനെ എനിക്കിപ്പോ ഭയങ്കര കാര്യമാണ്. ഞാൻ ലൂക്ക എവിടെ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്. എന്താ നിന്നെ പറ്റിയാണ് പറയുന്നത് ലൂക്ക. ലൂക്കിനെ പറ്റി പറയാറുണ്ട്. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ചേർന്നിരിക്കണം, എന്നെ ഒട്ടിയിരിക്കണം. പിന്നെ കുറെ നാളിന് ശേഷം എന്നെ ഇപ്പൊ റീസെന്റ് കണ്ടു. അപ്പൊ കണ്ടപ്പോ ചാടിയൊക്കെ വന്ന് ഭയങ്കര അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നിച്ചുവിനെ കുഞ്ഞു ആവായിരുന്നപ്പോ തൊട്ടേ കാണുന്നതാണ്. അത് കുരുത്തം കിട്ട ഒരു സാധനമായിട്ട് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര പാവാ, സ്നേഹമുള്ള കുട്ടിയാണ്. പിന്നെ അതെ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഒഫീഷ്യലി അറിയിക്കുന്നതാണ്. പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, കല്യാണത്തിന്റെ കാര്യം. അപ്പം കല്യാണം ആക്ച്വലി ഉടനെ ഉണ്ടാവും. ഡേറ്റ് ഞങ്ങൾ ഒഫീഷ്യലി എല്ലാം ആയിട്ട് കല്യാണ ലെറ്ററോട് കൂടി അറിയിക്കത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾ അറിയിക്കത്തില്ല. അത് ഞങ്ങൾ തന്നെ പറയാതെ ഒരിക്കലും ആരും ഡേറ്റ് ഒന്നും ഡിക്ലെയർ ചെയ്യല്ലേ. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സ്നേഹിക്കുന്ന, ഇപ്പോഴും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സ്നേഹവും എന്താ നന്ദിയും ബഹുമാനവും എപ്പോഴും ഉണ്ടായിരിക്കും, കടപ്പാട് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെന്താ പറയാ, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊന്നും അല്ല, കുറെ നാളായിട്ട്. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ഇന്റർവ്യൂല് പാർവതിനെ സത്യം പറഞ്ഞിട്ട് ആദ്യത്തെ ഇന്റർവ്യൂല് പാർവതിനെ കാണുന്ന സമയത്ത് പാർവതിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് കുട്ടികളോട് ദേഷ്യമുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഓടി പറഞ്ഞില്ലേ, അവര് തമ്മിൽ ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് റിയാലിറ്റിയില് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ കാണുന്നത് വെച്ചിട്ട് ഒരിക്കലും ഒരാളിനെ ജഡ്ജ് ചെയ്യരുത്. നമ്മള് പരസ്പരം അടുത്തറിഞ്ഞ് പെരുമാറി സംസാരിച്ച് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ ഒരു വ്യക്തി എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. അപ്പം പക്ഷെ ഇവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര ഒരു വൈബുണ്ട്, നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നന്നായി പോട്ടെ. പിന്നെ രണ്ടുപേരുടെയും കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അച്ഛനും അമ്മയും ചേച്ചിയും നിതീഷേട്ടനും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സണൽ. അവർ ഇന്ന് വരെയിട്ടും ഒരു ഇന്റർവ്യൂവിനും വന്നിട്ടില്ല. ഇത് പാറുവിന്റെ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഇവർ ഇത്ര. അപ്പൊ ചേച്ചിയും ചേട്ടനാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ തീരെ വരാത്ത ആൾക്കാർ ഒട്ടും. അച്ഛൻ പിന്നെ എന്റെ കൂടെ എപ്പോഴും വരണമായിരുന്നു. ഞാനായിട്ട് വീഡിയോസ് എടുത്തിടാറുണ്ട്. അത് കാരണം അമ്മ കുറച്ച് കോൺഷ്യസ് ആണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന്. ഇനി പറഞ്ഞു ഇപ്പൊ അതൊക്കെ അല്ല ഞാൻ ഇവരെ പറ്റി ഞാൻ ചോദിച്ചത് കപ്പിൾസിൽ ഇവർ രണ്ടുപേരിലെ ഏറ്റവും മെച്ചോർഡ് ആയിട്ടുള്ള കപ്പിൾ ആരാമ്മ? രണ്ടുപേരും രണ്ട് ടൈപ്പാണ്. ആണല്ലേ? ഇവരുടെ ഇടയിൽ അടികൾ തീർക്കേണ്ട അവസ്ഥകൾ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ എന്ത് അടി കൂടിയാലും ഇവരോട് പറയാറില്ല. പാരന്റ്സിന്റെ അടുത്ത് ഒന്നും ഇല്ല. നിങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ചേച്ചിയും ഭയങ്കരമായിട്ട് അടി കൂടാറുണ്ട് ഇപ്പോഴും. അതത്രേ ഉള്ളൂ. അവ എപ്പോഴും എല്ലാറ്റിനും ആദരവ് വേണം. ആണല്ലേ? ചേച്ചി അങ്ങനെ എല്ലാ പോഷകരും കാണിക്കും. അപ്പൊ എന്താ പറയാ, സ്കൂളൊക്കെ പഠിക്കുമ്പോ തല്ലൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ ആദരനെ വിളിച്ചു കൊണ്ടുപോകും. തടിച്ചു കുട്ടികൾക്കൊക്കെ പേര് ചേച്ചി വരുന്ന ഓടിക്കോന്ന് പറയും. ചേച്ചി ക്ലാസ് ലീഡർ ഒക്കെ ആയിരുന്നു. അപ്പൊ എന്നെ എന്തെങ്കിലും ചെയ്ത ഇവള് പണ്ടൊരു കുഞ്ഞ ട്രൗസറും ഭയങ്കര ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര വണ്ണത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇവള് ഓടി വരുമ്പോഴത്തേക്കും
ബോഡി ഷേമ് ബോഡി ഷേമിംഗ് അല്ല, അതായത് ആ ലുക്ക പറയണത്. അപ്പൊ ചേച്ചി വരുമ്പോഴത്തേക്കും എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറയും, അയ്യോ പൊടിയുടെ ചേച്ചി വരുന്ന ഓടിക്കോളാന്നൊക്കെ പറയും. ചേച്ചി സെറ്റപ്പ് ആയിരുന്നല്ലേ, രംഗണ്ണനായിരുന്നോ? അതെ, അതുകൊണ്ടാണ് രംഗണ്ണ അടിച്ചോണ്ട് പോയത്. നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുന്നോ? വേണ്ടെന്ന്. അതെന്താ അമ്മ ഒരു ഞെട്ടല്? അച്ഛൻ എന്തോന്നും മിണ്ടാത്ത? ചേട്ടാ അല്ല, ഞാൻ നിങ്ങളെ കുറിച്ചാ ചോദിച്ചത്. ചേട്ടാ പറ, ആതിര ചേച്ചിയിലെ ചേട്ടന് തോന്നിയ ആ സ്പാർക്ക് തോന്നിയൊരു കാര്യം എന്താ? ഇന്റലിജൻസ് ആണോ? ഇല്ല, പിന്നെ അതന്നെ. അല്ല, എനിക്ക് തോന്നി നമുക്കൊരു റിലേഷൻഷിപ്പിലാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി നോക്കിയിട്ടല്ല നമുക്ക് ഇഷ്ടം വരാം. അപ്പൊ ആ ഒരു ക്വാളിറ്റി എന്താണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അങ്ങനെയല്ല, അങ്ങനെ ഒരു ക്വാളിറ്റിയിലോ അതൊരു പുതിയ തത്വമാണ്. പോയാ സ്നേഹം പോയി. അത് കൊള്ളാം. പുതിയ 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 പൊടിയുടെ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. ആരുടെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെടും, ക്വാളിറ്റി പോയാൽ ഇഷ്ടം പോകും. അല്ല, അങ്ങനെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രത്യേക ഒരു സ്പെഷ്യാലിറ്റി കാരണം കൊണ്ടല്ല. നമ്മളീ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഏകദേശം ഓപ്പോസിറ്റ് ആണ്. സെയിം ആണല്ലേ? ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്ന് പറയുന്ന പോലെ ആയിരിക്കാം അങ്ങനെ ഇഷ്ടം. അങ്ങനെ. പക്ഷെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോ അത് കുറച്ച് പ്രശ്നമല്ലേ ചേച്ചി? തുടക്കത്തിലേ ഉള്ളൂ. അല്ല, അതുപോലെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ കാഴ്ചപ്പാടൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്, കെടിയുടെയും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ കൂടുതൽ പരിചയപ്പെടും തോറും ആദ്യം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നി കാണും. പിന്നെ കൂടുതൽ പരിചയപ്പെടും തോറും നമുക്ക് ഇഷ്ടം ഞങ്ങള് ഈ പറഞ്ഞ പോലെ തുടക്കത്തില് ഭയങ്കര അടിയായിരുന്നു, ചേരില്ലായിരുന്നു. അങ്ങനെ നമ്മളെ അടി നമുക്ക് എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചേർന്നു. ഇപ്പൊ സെറ്റാണ്. ഇപ്പൊ റോബിൻ ചേട്ടൻ ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഇവര് തമ്മില് ഇപ്പൊ റോബിൻ ചേട്ടൻ വന്ന് ചോദിക്കില്ലെങ്കിൽ അപ്പൊ ഇത്രയും ഭയങ്കര ആ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയം അങ്ങനെ ഒരു ഫെയിം ആയിട്ടുള്ള ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ആയിട്ട് വന്നപ്പോ എന്തായിരുന്നു പെട്ടെന്ന് ഒരു റിയാക്ഷൻ? കാണിച്ചാലും കുഴപ്പമില്ല. ഒന്നും അറിയത്തില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്നു, ആരോ ഫ്രണ്ട് ആരോ വരുന്നു, അച്ഛനോട് ഞാൻ ബിഗ് ബോസ് കാണാറില്ല. അപ്പം വീട്ടിലെല്ലാരും എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു എന്റെ ഇഷ്ടമാണ് വീട്ടിലെല്ലാരും. അങ്ങനെ തൃശ്ശൂർ നമ്മുടെ അവിടെയൊക്കെ വീട്ടിലെല്ലാരും എന്ത് പറയണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖല്ലേ. അപ്പൊ റോബിൻ ചേട്ടൻ എടുത്തു വഴിക്ക് പറഞ്ഞു വീട്ടില് അങ്ങനെ ഇതൊന്നുമില്ല, എന്റെ ഇഷ്ടമാണ് വീട്ടിൽ ഇഷ്ടം പറഞ്ഞു. അപ്പോഴാണ് അച്ഛറിയണത് ഇങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷെ പൊടിയൊന്ന് പട്ടുപാവടെ കാര്യങ്ങളൊക്കെ കൊടുത്താണ് നിന്ന് കേട്ടോ. ഒരു വയലറ്റ് ഒക്കെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചാടി ഓടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരിങ്ങനെ ചക്കയാണ്, എന്താണ് ഇവരിങ്ങനെ വല്ലാത്തൊരു മാറ്റം. എനിക്കെന്ന് വെച്ചാൽ ഇവള് ഒരു ബിസിനസ് ലൈനിൽ പോവാണ് ആണല്ലേ. റോബിനാണെങ്കിൽ ഒരു സെലിബ്രിറ്റി ലൈനിൽ പോണ ആളാ. അപ്പൊ ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമല്ലേ എന്ന് മാത്രമേ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും അതാ ചോദിച്ചത്. ഇങ്ങനെ കാര്യം വന്നപ്പോ നമ്മളിപ്പോ ചോദിച്ച കാര്യം അതായിരുന്നു. രണ്ട് ഇവൾക്കാണെങ്കിലും ഫ്യൂച്ചറിൽ കുറെ കാര്യങ്ങള് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു, കുറെ വിഷയത്തിന്റെ കൂട്ടത്തിൽ. ഇപ്പൊ സഡൻ ആയിട്ടൊരു മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ലല്ലോ, നിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ, നിങ്ങൾ നമ്മൾ സെറ്റായി പോകുന്നുള്ളത് മാത്രമേ നമ്മളങ്ങനെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഫീൽഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഒരു ഇതാണ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ല എന്ന്. കല്യാണം ഞങ്ങൾ തമ്മിലാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ആ കറക്റ്റ് സമയം വരുമ്പോഴത്തേക്കും നമ്മൾ കല്യാണം കഴിക്കും. നമ്മൾ തമ്മിൽ മെച്ചുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് 34 വയസ്സായി. പറയുന്നില്ല, അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ, എത്ര പറഞ്ഞില്ലല്ലേ. ഓക്കെ, അപ്പം ഞങ്ങൾ തമ്മില് മെച്ചുവർ ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്. സോ അപ്പൊ ഞങ്ങൾക്ക് അത് കറക്റ്റ് ടൈം ആകുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ തന്നെ കല്യാണം കഴിക്കും. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, മനസ്സിലായല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കും. കാരണം നമ്മള്
റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ്, ഇൻഡിവിജ്വലി രണ്ട് രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. ഇപ്പം പലർക്കും ഒരു ഇതുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ സൈലന്റ് ആയിട്ടിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്കൊരു അടുത്തൊരു കംബാക്കിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ എപ്പോഴും എന്തുണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതാണ് ഞാൻ സൈലന്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന് എന്റെ ഫാമിലി ആണെങ്കിലും പൊടിയുടെ ഫാമിലി ആണെങ്കിലും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കിപ്പോ ഡീഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സാധാരണ പെൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും, ഒന്നും പറഞ്ഞിട്ടില്ല. കട്ടയ്ക്കാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള. എന്റെ അച്ഛനമ്മയാണെങ്കിലും സത്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ അച്ഛൻ അവിടെ കേസ് കോടതി എന്ന് പറഞ്ഞിട്ട് FIR ഇട്ട് ഓരോരുത്തന്മാരെ റെഡിയാക്കിക്കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര ഡീഗ്രേഡിങ് ഫേസ് ചെയ്തപ്പോഴും എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും എന്തുണ്ട്, ഒരു സ്ട്രെങ്ത് തന്നെയാണ്. സോ ഇപ്പൊ എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്റെ അച്ഛൻ, അമ്മ, അനീതി, അച്ഛൻ, അമ്മ, ഈ ഫാമിലി ഇത്രയും പേരെ എനിക്ക് എന്ത് ചെയ്താൽ മതി, ബോധിപ്പിച്ചാൽ മതി. വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ എന്റെ പ്രൊഫഷനിൽ പോകാത്ത കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ എനിക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്വന്തമായിട്ട് ഒരു കോസ്മെറ്റോളജി സെന്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഗ്രാജുവലി ചെയ്യുന്നുള്ളൂ, ആരും ധൃതിയൊന്നും വെക്കേണ്ട, പയ്യെ ഞാൻ ചെയ്യുന്നുള്ളൂ. എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ 34 വയസ്സ് വരെയും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു എന്നെ കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഹാർഡ് വർക്കിന്റെ, എൻ്റെ ആ ഒരു ഡെഡിക്കേഷന്റെയും റിസൾട്ട് തന്നെയാണ്. സോ അപ്പം ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്, മനസ്സിലായില്ലേ? സോ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലൊക്കെ എത്തണമെന്ന് എനിക്ക് സത്യം പറയാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് സത്യം പറയാൻ ഒന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എല്ലാവരുടെ ലൈഫിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യാതെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ഓരോ ദിവസം നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളോട് തന്നെ ആയിരിക്കണം. നമ്മുടെ ബെറ്റർ വേർഷൻ നമ്മൾ കൊണ്ടുവരാനേ ശ്രമിക്കാവും, മനസ്സിലായില്ലേ? സോ എന്റെ കോമ്പറ്റീഷൻ എപ്പോഴും എന്നോട് തന്നെയാണ്. എന്റെ ബെറ്റർ വേർഷൻ ഓരോ ദിവസം, ഞാൻ ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നല്ല. എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് ഇംപെർഫെക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നല്ലൊരു മനുഷ്യനാവണം, അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാതെ നോക്കണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫ്, ഒരു പ്രൊഫഷണൽ ലൈഫ്, ഒരു പാഷൻ, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ ഇല്ല, ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും ലൈഫ് കണ്ടായിരിക്കുമല്ലോ നിങ്ങൾ രണ്ടുപേരും വളർന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ആസ് എ കപ്പിൾ ഇവരുടെ അടുത്തും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഭയങ്കര ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ് ഫാമിലി. അതായത് അച്ഛന് നാട്ടിലെ ബിസിനസ് ഉണ്ടായിരുന്നു നമസ്കാരം, അബ്രോഡ് പോണതിന് മുൻപ്. അപ്പൊ അച്ഛൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മളെ അച്ഛനും മക്കളും അമ്മയും കൂടെ നമുക്കൊരു ബെഡ് ടൈം ഉണ്ടാവുമല്ലോ, ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ടുള്ള സമയം. അതാണ് നമുക്ക് ഓർമ്മ, എപ്പോഴും നിൽക്കുന്ന ഒരു ഓർമ്മ. അതെപ്പോഴും ആസ് എ പാരന്റ്സ് അവര് എപ്പോഴും ഒന്ന് ചിരിക്കാൻ നോക്കാം. അച്ഛൻ നിർബന്ധമുള്ള കാര്യം, ഫുഡ് കഴിക്കുമ്പോ എത്ര തിരക്കാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നതാണ്. ഞങ്ങൾ കോളേജ് വിട്ട് കഴിഞ്ഞ് വന്നാല് ഞാനും ചേച്ചി അച്ഛൻ്റെ അപ്പുറം കിടന്നിട്ട് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരേണ്ട എല്ലാ കഥയും ഞങ്ങൾ പറയും. ഒരുമിച്ച് ബെഡില് കിടന്നിട്ട് വൈകുന്നേരം അങ്ങനെയൊക്കെ. ചിലത് മാത്രം പറഞ്ഞിട്ടില്ല. അതെന്താ അതിർച്ചേച്ചി ഇങ്ങനെ നിക്കണേ? ചിലതൊക്കെ എനിക്ക് പറയാൻ പറ്റാത്തൊക്കെ പോയപ്പോഴാ അമ്മ ഉണ്ടാവും. അമ്മയ്ക്ക് പഠിപ്പിക്കാൻ ഞങ്ങൾ കോളേജിലല്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മയാണ് പഠിപ്പിക്കാൻ ഇരിക്കുക. അമ്മയ്ക്ക് നിർബന്ധമാണ്. പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വന്നാൽ ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് അമ്മ 6 മണി 6 ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയില്ല. കളിക്കാനൊക്കെ നമ്മൾ ചുറ്റും പോയി കഴിഞ്ഞാൽ വാതിലൊക്കെ അടച്ചിടും. അതൊരു കറക്റ്റ് സമയം പഠിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര എല്ലാവരും കൂടെ ഇരുന്ന് അച്ഛൻ അമ്മേനെ കിച്ചണിൽ സഹായിക്കും. അതൊരു നല്ല ക്വാളിറ്റി. എന്റെ വീട്ടിലും എന്റെ അമ്മേനെ അച്ഛൻ സഹായിക്കാറുണ്ട് കിച്ചണിൽ. അപ്പൊ അത് സ്നേഹമാണ്, കെയർ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, തിരിച്ചറിയണം. കാരണം ആണുങ്ങൾ ചില സമയത്ത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് റൊമാൻറ്റിക് ഒന്നും ആവണമെന്നില്ല. അവര് ഇതൊക്കെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് പ്രിയക്കുട്ടി എന്ന് വിളിക്കണം. അല്ല, ഒന്ന് വിളിക്കാം. എന്റെ അച്ഛനെ അമ്മേനെ പേരെഴുതി വെച്ചിട്ട് ബീനെ ചേച്ചി എന്നെ കുറെ ലവ് ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ വിളിക്കുമ്പോ അച്ഛന്റെ മുഖത്തൊരു ചിരി വരും കേട്ടോ. പിന്നെ സൈലന്റ് ആയിട്ട് അച്ഛൻ അമ്മേനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അമ്മ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് ചില സമയത്ത് പറഞ്ഞു കൊടുക്കും. കാരണം ആണുങ്ങൾ കൂടുതലും റൊമാൻറ്റിക് ആവുന്നത് അവർ കെയർ പ്രൊട്ടക്റ്റീവ് ഒക്കെ ആവുമ്പോഴാണ്. അതും ഒരു കൈൻഡ് ഓഫ് ഒരു ഇഷ്ടം തന്നെയാണ്. അപ്പം
അത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ബിജിഎത്തിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മള് അയലത്തെ അദ്ദേഹമല്ല. അതെ അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. തുടക്കത്തിലായിരുന്നു അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അമ്മ കല്യാണം കഴിക്കുമ്പോ 19 വയസ്സൊക്കെയാണ്. അല്ല ഓരോരുത്തരും അച്ഛനും എല്ലാവർക്കും ഞങ്ങൾ ആസ് എ ഫാമിലി നമുക്ക് അത് സന്തോഷം. അച്ഛനും അമ്മയും എന്താ പറയാ അവരുടെ രീതിയിൽ ഹാപ്പിയാണ്. എല്ലാവരും വേറെ വേറെ ടൈപ്പാണ്. അപ്പൊ ഞാനും കേൾക്കുകയാണെങ്കിൽ കുറെ കൂടെ എക്സ്പ്രസീവ് ആണ്, ഡിമാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങള്. ഇവരാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ പൊടിയുണ്ടല്ലോ, പൊടി ഭയങ്കര സംഭവം. അല്ല ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ പൊടിയെ ആദ്യം കാണുമ്പോൾ അധികം സംസാരിക്കത്തില്ല. അപ്പൊ എനിക്ക് എപ്പോഴും സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ഒരാളിന് എനിക്ക് എപ്പോഴും വേണമെന്നുണ്ട്. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്തും എന്നോട് ഇങ്ങനെ സംസാരിച്ച് എന്നെ ഇട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ ഇട്ട് ഇങ്ങനെ ഞോണ്ടി പിച്ച് ഇങ്ങനെ വരുന്ന ഒരാളിനെ എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പൊടി അതേപോലെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, മനസ്സിലായില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പിന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്താ പറയാ, എനിക്കൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് ഇവിടെ എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് പണ്ട് വീട്ടിലൊക്കെ നമ്മളെന്തെങ്കിലും പുള്ളിയുടെ സ്ഥിരം പരിപാടി ഉണ്ട്. അയ്യോ അതില് ബോംബ് കൂട്ടുന്നു പുള്ളിയുടെ ഏറ്റവും പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. നമ്മളെന്തെങ്കിലും ക്ലീൻ ചെയ്യപ്പോൾ എന്താ പറയുക അടിച്ചു വരോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക ചെയ്തിട്ട് പുള്ളി വന്നിട്ട് അതിന് ഓടിക്ക് രക്ഷപ്പെട്ടോ ബോംബ് കൂട്ടുന്നു എന്നിട്ട് നമ്മളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, താഴ്ത്തിടുക, ചാടുക, സോഫയിൽ ചാടുക ചെയ്യുക. അതുപോലെ ഞാൻ എപ്പോഴും കഴിഞ്ഞ അന്നത്തെ ഇന്റർവ്യൂല് പറയും, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞോടത്ത് ഒരു പൊടി ഉണ്ടെന്ന്. പൊടി ഭയങ്കര തമാശയും കോമഡിയും കാണിക്കുന്ന സാധനമൊക്കെ പറഞ്ഞത് അല്ല, ഇതൊരു നല്ല കാര്യമല്ലേ ആക്ച്വലി, മനസ്സിലായി. പക്ഷെ മെച്ചർ ആവേണ്ട സ്ഥലത്ത് ഭയങ്കര അല്ല അമ്മ എങ്ങനെയാണെന്ന് അറിയാം, ഉള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കത്തില്ല. പറയണോ തോന്നി കഴിഞ്ഞാൽ അമ്മ കറക്റ്റായിട്ട് ചോദിക്കും. അത് ആക്ച്വലി നല്ലതാണ്. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമെ ഒന്ന് പെരുമാറുന്നതിനെക്കാട്ടി നല്ലത് ഉള്ളിലുള്ളത് അതേപോലെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ജെന്യൂൻ ആൾക്കാർ. സോ ആ കാര്യത്തിൽ അമ്മ അതേപോലെ തന്നെയാണ്. അങ്ങനെയല്ല ഒരു കോമഡി അല്ല അങ്ങനെ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ ചോദിച്ചറിഞ്ഞിട്ട് വിശ്വസിക്കണം. ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെന്ന് വെച്ച് ചോദിക്കുന്ന ഭയങ്കര കാര്യം ഇങ്ങനെ എടുത്ത് ചോദിക്കില്ല, ഹേർട്ടിങ് ആയിട്ടൊന്നും അല്ലാതെ നല്ല കാര്യമായിട്ട്. അത് എല്ലാവരും ഇന്ന് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞൊക്കെ ചോദിക്കാൻ ആളെ തെരഞ്ഞു പിടിച്ച് ചോദിക്കും. ഇപ്പൊ എനിക്ക് വീഡിയോ ചെയ്തിരുന്നില്ല അരുൺ കാർത്തിക് എന്ന് പറഞ്ഞൊരു സാറ്, അതായത് എന്റെ തമിഴ് മൂവിയുടെ ഡയറക്ടർ. അപ്പൊ അച്ഛനും ഞാനാണ് മൂവിയുടെ സമയത്തൊക്കെ ലൊക്കേഷനിലേക്ക് പോയിരുന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ആദ്യമായിട്ട് മൂവി ഷൂട്ടിംഗ് കാണണം എന്ന് ആഗ്രഹമായിട്ട് എവിടെ വെച്ചായിരുന്നു വെച്ചാൽ ഈറോഡോ ചെന്നൈയിൽ ഈറോഡായിരുന്നു ഷൂട്ട്. അച്ഛനും കൂടെ ഷൂട്ടിങ്ങിന് പോണ രംഗ അടിപൊളിയാട്ടോ. അച്ഛാ വണ്ടി എത്തിയതേ, ഫ്ലൈറ്റിന്റെ അവിടെ എത്തിയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, എടുക്കും. ഇല്ല ഞാൻ അച്ഛന് ഭയങ്കര ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം മൂവിക്ക് ചെയ്യാൻ പോയ സമയത്ത് ശരിക്കും വിജയനും ദാസനും പോണ പോലെയായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയ്ക്കൊരു ആഗ്രഹം അങ്ങനെ ലൊക്കേഷൻ കാണണം, ഷൂട്ടിംഗ് കാണണം എന്നൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് പോയപ്പോ ഇപ്പൊ നമ്മള് വീഡിയോയില് കണ്ടില്ല അരുൺ കാർത്തിക്. അപ്പൊ ഒരു സൂം ഷോട്ട് ഉണ്ടായിരുന്നു, അതെന്റെ ഇത്ര അടുത്തോട്ടോ വെച്ചിരിക്കുന്ന ക്യാമറ. അപ്പൊ നമ്മളിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നോക്കണം. പക്ഷെ എന്റെ ഇത്രയും അടുത്ത് വന്നപ്പോ എനിക്കത് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാന് ആദ്യത്തോട്ട് ഇങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെ മഴ അവര് ആർട്ടിഫിഷ്യലായിട്ട് ഇട്ടോണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ വട്ടം തെറ്റി. അപ്പൊ സാർ പറഞ്ഞു ആദ്യത്തെ അതൊന്ന് ഇങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വട്ടം തെറ്റി. അപ്പൊ വീണ്ടും ഇവരെല്ലാരും ഓടിപ്പോയിട്ട് വീണ്ടും മഴ ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ വട്ടം തെറ്റി. അപ്പൊ ഞാൻ അതില് ഹീറോയിനാണ് കേട്ടോ. അപ്പൊ വീടല്ല, ലൊക്കേഷനാണ്. അപ്പൊ കുറച്ചാൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനവിടെ അതേ മര്യാദക്ക് നിക്കുന്നുണ്ട്. ആ സമയത്ത് പുറകുന്ന് മൂന്നാമത്തെ വട്ടം തെറ്റിച്ചപ്പോ എവിടെ നോക്കിട്ടാണ് നീ ചെയ്യുന്നത്? സൗണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ എത്ര വട്ടമായി പറഞ്ഞായിരുന്നു ഇങ്ങനെ നോക്ക്, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ. എനിക്ക് ഞാൻ കരയണോ അതോ ചോറ് നോക്കണോ? അപ്പൊ സാറിനാണെങ്കിൽ ഭയങ്കര കാര്യം.
സാർ പറഞ്ഞു അയ്യോ അമ്മ അങ്ങനെ തമിഴ് എന്തൊക്കെയോ പോലെ പറഞ്ഞു അങ്ങനെ പെസാത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ എന്നെങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ട് എനിക്കാണെങ്കിൽ ഇൻസൾട്ടും അമ്മയുടെ പേര് വീടാന്നാ, വീട്ടില് ചീത്ത ഇച്ചിരില്ല അവിടുന്ന് അടിക്കാൻ വരുന്ന പോലെ വന്നിട്ട് വീട്ടിലൊക്കെ കാണിക്കുന്ന പോലെ. ഞാൻ അച്ഛൻ്റെ അടുത്ത് മെല്ലെ പോയിട്ട് ഞാൻ അവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കാരണം അച്ഛൻ വെച്ചാൽ അമ്മയ്ക്ക് നല്ലത് കൊടുത്തു. നാളെ തൊട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞു. എന്റെ സോങ് ഷൂട്ടില്ലേ തങ്കമീനെ പറഞ്ഞ പാട്ടിന്റെ, അത് രാത്രി 3 മണിക്കാണ് എടുക്കുന്നത്. അപ്പൊ അച്ഛനാണെങ്കിൽ എന്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അമ്മനെ കാണാനില്ല. നോക്കുമ്പോ 3 മണിക്ക് ഞാൻ ഈ മഴയത്ത് നിന്ന് ചാടി ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അച്ഛൻ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അച്ഛനൊപ്പം ഇരിക്കുക. അമ്മേനെ നോക്കുമ്പോ കാണാൻ നോക്കിയപ്പോണ്ട് അവര് 4 കെട്ട നടുവിലൊരു സോപ്പ് ഇട്ടുണ്ട്, അവിടെ പോയി കൂക്ക ക്ഷീണം കൊണ്ടല്ലേ പാവം അല്ലേ? ഷൂട്ടിംഗ് കാണാൻ വന്നതാ, തനിച്ചല്ലോ. അല്ല അല്ല നമ്മള് 3 പേരും. അപ്പൊ അച്ഛനുള്ള ധൈര്യത്തിൽ അമ്മ ഉറങ്ങിയത്. അതെ, അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മയെക്കാട്ടും കൂടുതൽ കുട്ടികളെ കെയർ ചെയ്യുന്നത് അച്ഛനാണ്. അതിന് അല്ലല്ല അങ്ങനെയല്ല, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അമ്മ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമ്മ ഫുഡ് കാര്യങ്ങള് സ്റ്റഡീസ് ഒക്കെ നോക്കും. പിന്നെ പണ്ടോട്ടേ നമുക്കുണ്ടല്ലോ അമ്മമാര് കൂടുതൽ കുറച്ച് സ്ട്രിക്റ്റ് ആവുകയും ചീത്തവരൊക്കെ ചെയ്യുമ്പോ നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറയും. അതേ ടിപ്പിക്കൽ ടൈപ്പാണ് ഞങ്ങൾ. അപ്പൊ അച്ഛനെ രക്ഷകനായിട്ട് വരും. എന്റെ വീട്ടിൽ പക്ഷെ അച്ഛൻ രക്ഷനായിട്ട് വരൂല, അമ്മയുടെ കൂടെ ചേർന്ന് എനിക്കും കൂടെ തരും. നേരെ ഓപ്പോസിറ്റ്. ഞാൻ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോ ഇതുപോലെ ഒരു ആംബുലൻസ് എടുക്കണ്ടായിരുന്നു. അപ്പൊ 2019 കേട്ടോ, പഠിച്ച കോളേജിൽ എന്നെ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞിട്ട് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൂടി ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോവാ, വെറുതെ പറ്റാത്ത പരിപാടിക്ക് നിന്നിട്ട് ഉള്ള ഒരു ഇത് കളയണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ അന്ന് വളരെ റയർ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ എനിക്കത് വലിയ ഓപ്പർച്യൂണിറ്റി, എനിക്കത് പോയേ പറ്റൂ. പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ല. അവസാനം ഇവര് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ പോയിട്ട് പോണ നേരത്ത് അമ്മയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫണ്ണി ക്യാരക്ടറൊക്കെ ഉണ്ട്. ചില സമയത്ത് റെഡ് കാർപ്പറ്റ് അവിടെ മിനിസ്റ്റേഴ്സ് കോളേജിൽ തന്നെ ഉണ്ട്. പിന്നെ 2 സൈഡിൽ ഇങ്ങനെ മറ്റേ പട്ടാളക്കാര് പോലെ ഇങ്ങനെ നടന്ന് ഞാൻ വലിയ ആളായിട്ട് നടന്നു പോവാട്ടോ. അപ്പൊ അമ്മ അച്ഛനും ചേച്ചിയും ഒക്കെ കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് പിന്നാലെ. അപ്പൊ അമ്മപ്പൊടി കൂടി അങ്ങോട്ട് നോക്കി ഒരു ആംബുലൻസ് എടുക്കണം, നീ വരണത് അറിഞ്ഞിട്ട് കൊണ്ടു. അല്ലെങ്കിലേ ഞാൻ പേടിച്ച് നടന്നു പോണെന്ന് മാസത്തില് നടക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയാണ് എനിക്ക് പറയാനുള്ളത് എഴുതി തന്നത് കേട്ടോ. അപ്പൊ ചേച്ചി എന്റെ മാക്സിമം ചേച്ചി എക്സ്പെക്ട് ചെയ്യണത് നോക്കി വായിക്കുകയാണെങ്കിലും ബോറാണ്. പക്ഷെ ചേച്ചി പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് എൻ്റെത്. ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, എത്ര പേര് നോക്കിയോ, നീ നോക്കി വായിച്ചിട്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ താങ്ക്ഫുൾ ആണെന്നുള്ള സംഭവം കാണിച്ചിട്ട് പോന്നു പറഞ്ഞു. ഇവൾ എഴുതി തന്നു. അപ്പൊ ഇവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി തന്നത് മൊത്തത്തിൽ ഇങ്ങനെ വായിക്കരുത്, ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഓഡിയൻസിനെ നോക്കിട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ വലിയ കോളേജ്, നെഹ്റു കോളേജിലാണ് ഞാൻ പഠിച്ചത് കോയമ്പത്തൂര്. ഫുൾ ഓഡിയൻസ് അവിടെ. എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ ഒരു 3-4 ഉണ്ട്, MBA 3-4 ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്. നേരെ ഫുൾ അത്രയും വലിയ കോളേജ്, അടിപൊളി ഫംഗ്ഷൻ, ഫ്രണ്ടില് മൊത്തം പുക. ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഇത് വായിക്കാൻ തുടങ്ങി. ഞാൻ ചേച്ചിനെ അച്ഛനമ്മനെ നോക്കുമ്പോ ഇവര് 3 പേരും ഇങ്ങനെ ഇരിക്കുക. ഈ 3 പേരും. അപ്പൊ ഇവരെന്തെന്റെ മുഖത്തേക്ക് നോക്കാത്തത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വായിച്ചിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവള് പറഞ്ഞത് എന്താ അതേപോലെ അനുസരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ എല്ലാം വായിക്കേണ്ട, ഇടയ്ക്ക് ഇങ്ങനെ അതേപോലെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ എവിടെ വെച്ചിട്ടാ വായിച്ചു നിർത്തിയത്, എവിടെ വെച്ചിട്ടാ വായിച്ചു നിർത്തിയത്, അയ്യോ എവിടെയായിരുന്നു പോയി. അപ്പൊ എന്റെ ചേച്ചി പോയി, എല്ലാം പോയി കഴിഞ്ഞു പോയി. എന്റെ ചേച്ചി ഗുരുവായൂർ അമ്പലത്തില് 101 തേങ്ങ ഉടക്കാന്ന് എങ്ങനെയെങ്കിലും ഭംഗിയായിട്ട് കഴിയണെന്ന് പറഞ്ഞിട്ട് തേങ്ങ ഉടക്കി. ഞങ്ങൾ 3 ചേച്ചി അയ്യോ ഞങ്ങൾ 3 പേരും പോയിട്ട് ഉടച്ചത്. 101 തേങ്ങ അച്ഛനും ഞാനും ചേച്ചിയും പോയിട്ട് ഉടച്ചത്. ഷംസുക്ക് ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ഞങ്ങൾ മൂവി ചെയ്യാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു വന്ന അതിലാണ് അവള് 101. അവസാനം അച്ഛൻ പറഞ്ഞു നീ നേരെ ഒരു 10 20 തേങ്ങ. ഇതാര് പൊതിക്കും ചേട്ടനാ? ഞങ്ങള് 3 പേര്, അച്ഛനും ഞാനും ചേച്ചി. അല്ലല്ല, മെഴുകുതിരി കത്തിക്കുന്ന സംഭവമുണ്ട്. കത്തിക്കുന്നതിന്റെ ഇരട്ടി. അല്ല ചേട്ടന് വേണ്ടി എന്തെങ്കിലും തേങ്ങ ഇതുപോലെ നേർന്നുണ്ടോ? മെഴുകുതിരി കല്യാണം നടക്കാൻ മെഴുകുതിരി. എത്ര മെഴുകുതിരി ആയിരുന്നു അത്? അല്ല അത്
എല്ലാം 101. അത് അച്ഛാ പറഞ്ഞത് നേരുമ്പോ വല്ല 20 25 100 ഞങ്ങൾ അടക്കിയാണ് ലിറ്ററലി. സ്ഥിരമായിട്ട് നേർച്ചകൾ നേരും അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള കൂട്ടത്തിലൊന്നല്ല. പക്ഷെ എന്തെങ്കിലും വിശ്വാസമല്ല. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റോ, അതില് നമുക്ക് ഇടുന്നതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും ലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം എന്നുള്ള തോന്നല് ഇതിൽ എങ്ങനെയെങ്കിലും കടക്കണം എന്നുള്ള തോന്നുന്നത്. എന്റെ കാര്യത്തേക്കാൾ കൂടുതല് എന്റെ കാര്യത്തിൽ ഞാൻ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, നടത്തി കിട്ടാൻ വേണ്ടി. അത് ഞാൻ കിട്ടിയല്ലോ. അപ്പൊ ഇത് ഇവളുടെ കേസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഷോർട്ടില് ഈ പറഞ്ഞ പോലെ അഭിനയിക്കണം. അപ്പൊ അതില് എന്തോ അത് ഞാൻ പറഞ്ഞു, ആ സ്റ്റോറി ഞാൻ ഫുള്ള് പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ. 15 or 14 എത്രയോ അതല്ല, ഇതില് വേറെ വിറ്റുണ്ട്. ഇവിടെയാണ് കാസ്റ്റ് ചെയ്യാൻ വിളിച്ചത് കേട്ടാ. നൈസായിട്ട് അങ്ങനെ ഷൈൻ ടോൺ ചാക്കോ വൈഫ് ആക്കാനായിട്ട് അല്ല ഞാൻ പറഞ്ഞു, വിജയ് രാഘവൻ സാറും ശ്രീലക്ഷ്മി മാം ഒക്കെ ഇവള് സാരി എടുത്തിട്ട് വന്നു. അതല്ല ഞാൻ പറയാം 13 എത്ര ഷോർട്ട് ആയപ്പോഴത്തേക്ക് എനിക്ക് അറിയാനുള്ള നേച്ചർ. അല്ല ഞാൻ സംഖ്യ പറഞ്ഞിട്ടില്ല, തെറ്റിന്ന് ഞാൻ പറഞ്ഞു. കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഡയലോഗ് മാത്രമേ ഉള്ളൂ, പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് മാറി കഴിഞ്ഞാൽ അറിയാം അടുത്ത കരച്ചിലാണ്. അപ്പൊ ഇത്രയും ഷോർട്ട് റെപ്യൂട്ടേഷൻ വന്നപ്പോ എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലാണ്. ചോദിച്ചൊരു ചോദ്യം, ഇത്ര ആൾക്കാരുടെ ഇടയിൽ അന്നാണെങ്കിൽ ഞാനാ കൂടെ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് സ്കൂട്ടോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവിടെ എങ്ങനെയായിരുന്നു? ഞാനിപ്പോ ഇവരെങ്ങനെങ്കിലും കഴിഞ്ഞിട്ട് അറിയാതെ ഒന്നും. അല്ലല്ല, എന്നിട്ട് ഞാൻ ഇവളെ കണ്ടപ്പോ നമുക്ക് സങ്കടം കൂടൂലോ, അത് നമ്മൾ ഓൾറെഡി വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ ഫാമിലി ഇഷ്ടമുള്ളവരാകുമ്പോൾ സങ്കടം കൂടൂലോ. ഇവളെ കണ്ടപ്പോ കരഞ്ഞിട്ട് പോയപ്പോ ഇവളെ എന്തിനാ പറ്റണ പൊടിക്ക് അപ്പളെ ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് പറ്റില്ല എന്നൊക്കെ ഇവളെന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സിനിമയിൽ നായികയായിട്ട് ചെയ്തു. അത് അച്ഛൻ കണ്ടതാണ് എന്റെ ഗ്രൂപ്പ്. അച്ഛാ പക്ഷെ ഇപ്പൊ പൊടി ഇന്റർവ്യൂല് നേരത്തെ പറയണത് അച്ഛൻ എപ്പോഴും സപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനും. ഇന്നിപ്പോ നമ്മൾ ഈ പൊടി സ്നേഹിക്കുന്നതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, പൊടിയുടെ ഓൺ ബിസിനസിന്റെ മുമ്പില്. അപ്പൊ എന്താണ് അച്ഛന് പറയണത്? അന്നത്തെ പൊടി അല്ല ഇന്നത്തെ പൊടി. പൊടി മാറി, പൊടി ഇന്ന് സ്ട്രോങ് ആ. അന്ന് നമ്മൾ പിന്നലെ ഒരാള് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണമായിരുന്നു. ഇപ്പോ എല്ലാ കാര്യത്തിലും തന്നെ പ്രാപ്തിയായി. അതായത് എക്സ്പീരിയൻസ് ആണത് ഓരോ ഇതില്. പിന്നെ ഈ ഒരു സ്ഥലം എടുക്കുന്നത് തൊട്ട് സെർച്ച് ചെയ്ത് പല സ്ഥലത്ത് ഇവര് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു സ്ഥലം എടുത്ത് ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് വിട്ട ഒരു എന്താ പറയാ ഒരു ഇതുണ്ട്, അതായത് മൂപ്പര് മനസ്സിൽ എന്താണോ വിചാരിച്ചത് അത് അതേ പൊടി തന്നെ വേണം. നമ്മൾ ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ റെഡിയാക്കാം, കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ. പൊടി അങ്ങനെയല്ല, പൊടിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, ആശയിൽ പുറത്തത് അങ്ങനെ ഒപ്പിക്കും. ഇതിന്റെ ഇന്ത്യയിൽ ആണെങ്കിലും ഗ്രാജുവലി പുള്ളിക്കാരിയുടെ സേവിങ്സ് വെച്ചാണ് എന്ത് ചെയ്ത പുള്ളിക്കാരി ചെയ്ത് തീർത്തത്. സോ അപ്പം എന്താ പറയാ, അതില് പുള്ളിക്കാരിയുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഇതിനി അടുത്തൊരു സക്സസ് അടുത്തൊരു ലെവലിലേക്ക് പോയി ഇനി ഇതിന്റെ ഫ്രാഞ്ചൈസീസ് പല സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അതെന്തായാലും അടുത്തൊരു 3 വർഷത്തിനകത്ത് പുള്ളി എന്തായാലും ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എന്തായാലും കോഴിക്കോടോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ചിലപ്പോ ഇവിടെ തന്നെ 2 സ്റ്റാർട്ട് ചെയ്യും. ചേച്ചി ഇപ്പൊ തന്നെ ഒരു 100 അങ്ങനെ പറയല്ലേ. അല്ലല്ല ബിസിനസ് ഐഡിയാസ് ഭയങ്കരമായിട്ടുള്ള കുട്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിസിനസ്സസ് ഒക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ സ്റ്റാർട്ടപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി അത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു മൂവി സ്ക്രിപ്റ്റ് സ്റ്റോറി സ്ക്രിപ്റ്റ് ഒക്കെ അല്ലല്ല സ്റ്റോറി സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ല, റോബിൻ ചേട്ടൻ വരുന്നേക്കാൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് വെച്ചൊരു മൂവി ഉണ്ടായിരുന്നു. അത് നമ്മൾ തമിഴും തെലുങ്കും ചെയ്ത് കഴിഞ്ഞ് മലയാളത്തിൽ ആ മൂവി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ അതങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് പോയി. അപ്പൊ അത് വീണ്ടും അതിങ്ങനെ ചെയ്യാനെ കുറിച്ച് സംസാരിച്ചു. അതെനിക്ക് അറിയില്ല നമ്മൾ ചെയ്യട്ടെ എന്ന് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞത്. ഹീറോയിൻ പൊടിയില്ലേ? ചേച്ചിയാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഇത്രയും നാളില് പൊടീനെ ഏറ്റവും ഡൗൺ ആയി കണ്ട ഒരു സിറ്റുവേഷൻ ഏതാ ചേച്ചി? അതായത് പൊടിയെ ഡൗൺ ആക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ആക്ച്വലി പൊടിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതായത്
അപ്പൊ ഞങ്ങൾ ചെറുതിലേ ഇട്ട് നോക്കുമ്പോൾ ഇവിടെ ആദ്യമൊക്കെ ഞാൻ എല്ലാ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ പറയാം. അല്ലാണ്ട് വീട്ടിലൊക്കെ ഭയങ്കര കളി ഒക്കെ ആയിട്ട് ഒരു കുട്ടി ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെ നടക്കുന്ന ഒരു കുട്ടി. അപ്പൊ അവൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് പറഞ്ഞപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ഉണ്ട് എല്ലാവരുടെയും. അമ്മയ്ക്ക് മാത്രമേ പേടിയുണ്ടായിരുന്നു ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. പേടിയുണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ നമ്മൾ സപ്പോർട്ടിനൊക്കെ ഉണ്ട്. അപ്പൊ അത് അവള് ചെയ്യുന്നുണ്ട്. അവളുടെ ഗ്രോത്ത് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ അഡ്മയർ ചെയ്യുന്നതാണ് ആക്ച്വലി. പക്ഷെ പുള്ളിക്ക് എനിക്ക് നേരത്തെ പറഞ്ഞ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും ആൾക്കാരെ. അപ്പൊ ഞാൻ പറയാറുണ്ട് അങ്ങനെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആരും വിശ്വസിക്കില്ലല്ലോ. എപ്പോഴാണെങ്കിലും ആൾക്കാരുടെ ക്യാരക്ടർ മാറാന്നുള്ളത് നമുക്കറിയാം. പൊടി അങ്ങനെയില്ല. പൊടി നമ്മളൊക്കെ തല്ലിടും, സ്ഥിരം വഴക്കിടും ചിലപ്പോൾ ഞങ്ങള്. അതങ്ങനെയാണ്, നിനക്കറിയില്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ചിലപ്പോ പറഞ്ഞ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അതേ പറഞ്ഞ ആളെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടി കാണും. അപ്പൊ നമ്മൾ പറയില്ലേ അന്നേ ഞാൻ പറഞ്ഞതാന്ന് അറിയില്ലേ. അതിപ്പോ റീസെന്റ് ആയിട്ട് ഒരു അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഉപരി ഭയങ്കര ഡൗൺ ആയി പോകും. ഉപരി വിഷമിക്കുക, കരയൊക്കെ ചെയ്യുന്ന സമയം ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡൗൺ ആയിട്ട് കണ്ടല്ലോ. ഇങ്ങനെ പക്ഷെ എന്നെ ഞങ്ങളെ എങ്ങനെയാന്ന് വിളി കുറഞ്ഞത്, ഇവള് എനിക്കൊരു വലിയൊരു ഷോക്കിംഗ് ഇൻസിഡന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം എനിക്ക് ഇവളുടെ ഫോൺ കോൾ കണ്ടാൽ വരെ ഭയങ്കര പേടിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂർ പഠിക്കുക, അച്ഛൻ ആ സമയത്ത് ദുബായിലാണ്. അപ്പോൾ അച്ഛൻ എന്നും വൈകുന്നേരം എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞാൻ മെസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് വിളിക്കാം, അച്ഛൻ എന്തപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ ഫോൺ എടുക്കാതെ ഞാൻ മെസ്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. തിരിച്ചു വന്നപ്പോൾ ഒരു ഫോൺ കോള്. രാത്രിയാണ് കേട്ടോ, നല്ല ലേറ്റ് നൈറ്റ് ആണ്, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയല്ല, സോറി 10 മണിയല്ല, ലേറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് പിന്നെ ലേറ്റ് ആയിട്ടാണ് കയറിയത് റൂമിൽ. അപ്പോൾ ഒരു അർദ്ധരാത്രി സമയത്ത് ചക്കു കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു കോള്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവള് ഫുൾ കരച്ചില്, ഭയങ്കര കരച്ചില്, പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിച്ചോളെടുത്ത്. അപ്പൊ അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ കാര്യം എനിക്കാണെങ്കിൽ ആങ്സൈറ്റിയുടെ അങ്ങേറ്റാണ്, ഞാൻ ഓവർ ഇമോഷണലാ. എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റില്ല എന്നെ, അതുപോലെ ഇപ്പം. അപ്പൊ ഇവള് കാര്യം പറ. അപ്പൊ ഇവള് എന്നോട് പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ എന്ന് മാത്രം കേട്ടു. അവള് വിഴുങ്ങി, സങ്കടത്തില് വിഴുങ്ങി. അച്ഛമ്മ മരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ല, ഇവള് വിഴുങ്ങി. ഞാൻ കേൾക്കുമ്പോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഫോൺ കട്ട് ചെയ്തിട്ട് എന്റെ അച്ഛൻ മരിച്ചേ പറഞ്ഞിട്ട് ഹോസ്റ്റലില് ഫുൾ കരച്ചില്ല. അപ്പുറപ്പുറമുള്ള കുട്ടികളെല്ലാവരും വന്നു. എന്നിട്ട് അപ്പൊ ഞാൻ എന്താന്നറിയാം ആലോചിക്കണേ, കുറച്ചൊരു അരമണിക്കൂർ മുമ്പ് അച്ഛൻ വിളിച്ചുള്ളൂ. അപ്പോ എന്തിനാണ് വിളിച്ചത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ നമുക്ക്. എന്തിനാണ് അച്ഛൻ വിളിച്ചത്, അവസാനമായിട്ട് എന്ത് പറയാനായിരുന്നു, എനിക്ക് എടുത്താ മതിയായിരുന്നു ഫോൺ കോള്. അച്ഛൻ അവസാനമായിട്ട് എന്ത് പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കടന്ന് കരയാ. അപ്പോ എന്റെ ഹോസ്റ്റലിലെ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വിളിച്ച് ചോദിക്കാൻ എന്താ പറ്റിയത്. ഞാൻ വേണ്ട എനിക്കറിയണ്ടാ എന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചില്. അവസാനം ഇവരെന്ത് ചെയ്തു, മങ്കൈ എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഫോൺ എടുത്തിട്ട് ഇവളെ വിളിച്ചു, ചേച്ചി അച്ഛൻ എങ്ങനെയാ മരിച്ചത്. അപ്പൊ ഇവള് അയ്യോ അച്ഛൻ ഭയങ്കര കരച്ചില്. എന്നിട്ട് കേക്കട്ടെ, എന്നിട്ട് അച്ഛൻ മരിച്ചു, അച്ഛപ്പം മരിച്ചത്. എന്നിട്ട് അവള് പറഞ്ഞു അച്ഛനല്ല. അപ്പൊ അല്ല, അപ്പോ ആ കുട്ടി പറഞ്ഞു വർഷം പറഞ്ഞാൽ അച്ഛൻ മരിച്ചു ആദരിച്ചില്ല വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ഛമ്മ മരിച്ചു എന്നാ പറയും. എനിക്കുണ്ടായൊരു സന്തോഷം. അല്ല, അച്ഛനല്ലല്ലോ, മീൻസ് അച്ഛമ്മ എന്ന് പറഞ്ഞാ എന്റെ ഭയങ്കര, എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് അച്ഛമ്മ. പക്ഷെ അച്ഛൻ കേട്ടിട്ട് അച്ഛമ്മ എന്ന് കേൾക്കുമ്പോ നമുക്കൊരു അല്ലേ, അല്ല അതെ, പെട്ടെന്ന് ഒരു ഷോക്ക്. മീൻസ് നമുക്ക് എനിക്ക് ആ സമയത്ത് അച്ഛൻ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല, എന്തിനായിരിക്കും അവസാനമായിട്ട് വിളിച്ചത്, എന്തൊക്കെയോ ഞാൻ ആലോചിച്ചത്. അച്ഛനല്ലാന്ന് അറിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായി, ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, അച്ഛമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അച്ഛമ്മ പറഞ്ഞു പൊട്ടിച്ചിരിച്ച ആ ചിരി കട്ട് ചെയ്ത് കളയല്ല, അത് ഇടണം കേട്ടാ.
പൊടി പറയണ കണ്ടിട്ട് എനിക്ക് ചിരി വരണം. അച്ഛമ്മയ്ക്ക് 92 ഏജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ല, പൊടിയുടെ കോമഡി കഥകൾ പറയുന്നത് ഇങ്ങനത്തെ പൊടി അത് പറയണ രീതിയാണ്. ഓക്കെ അതിനുശേഷം ഇവള് രാത്രി ചപ്പ കൊടുക്കില്ല. ഇനി ആരാന്നോ എപ്പോഴും ചപ്പ ഈ അക്ഷരം ഒന്നും വിഴുങ്ങരുത് ടീച്ചർ ഇങ്ങനെ. ഇനി എന്താണ്? ഇനി ചെറിയൊരു ഗെയിം. ഓക്കെ, ആരെങ്കിലും ഇടയ്ക്ക് പൊടീനൊന്ന് പൊക്കണില്ലെങ്കിൽ വിഷമം. വൃത്തി കൂടുതൽ ആർക്കാണ്? ആ, കൂടുതൽ കള്ളത്തരങ്ങൾ പൊക്കിയിട്ടുള്ളത് ആരുടെയാണ്? അതങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്ര കള്ളത്തരം. അമ്മ പൊടിയുടെ പൊക്കി. അപ്പൊ പ്രത്യേകം നമ്മുടെ അടുത്ത് വന്നിട്ട് ആരോടും പറയപ്പെട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആരോടും എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, അങ്ങനെ എന്റെ അടുത്ത് നോർമലായിട്ട് അപ്പൊ സമാധാനമായി. ഇനിയൊന്ന് ലൈറ്റ് ഇടാൻ കണ്ണ് കാണാനില്ല. നേരെ ഇവിടെ ഒരു ഞെക്ക് കോളിമലായിരുന്നു. എല്ലാരും ആപ്പിടിക്കാൻ പോകുമ്പോ ഒരാള് ഇട്ടത്ത് ഇങ്ങനെ കവർ പിടിച്ചു പേടിച്ച് വേസ്റ്റ് കൊണ്ടിടാന്നേക്കണത്. എന്നോട് അപ്പൊ ആരും അറിയാൻ പാടില്ല. ഭയങ്കര സീക്രട്ട് കോളാണ് അവരുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. കള്ളം പറയാൻ മിടുക്കിയാരാ? പൊടിമോള് കള്ളം പറയാൻ